लोगों सभी को नमस्कार। वेलकम बैक टू माय यूट्यूब चैनल। दोस्तों, आज का मेरा वीडियो एक ट्रैवलिंग व्लॉग है। मैं मिज़ोरम जा रही हूँ। कोची टू मिज़ोरम मेरा ट्रैवल में क्या क्या मैंने देखा है, क्या क्या है हुआ है, ये पूरा तो वीडियो में होगा। ये तो एक छोटा सा वीडियो है, आप लोग पूरा देखना है और आप लोगों का कमेंट भी करना है, सजेशन भी देना है मुझे। ഓക്കെ, കീപ്പ് വാച്ചിങ്. എന്താ അപ്പോൾ അത് ചാനൽ മാറിയൊന്നും വിചാരിക്കേണ്ട. നമ്മുടെ കുറച്ച് ഹിന്ദി സുഹൃത്തുക്കൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അപ്പോൾ അവരുടെ ആവശ്യപ്രകാരമാണ് കേട്ടോ ഞാൻ ഹിന്ദിയിൽ സംസാരിക്കണം എന്നുള്ളത്. അപ്പോൾ ഞാൻ ഹിന്ദിയിൽ സംസാരിച്ചത്. എല്ലാ കൂട്ടുകാർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു ട്രാവലിംഗ് വ്ളോഗായിട്ടാണ് കേട്ടോ വന്നേക്കുന്നത്. അപ്പോൾ ഞാൻ 1-ാം തീയതി ഞാൻ തിരിച്ച് മിസോറാമിലേക്ക് പോവുകയാണ്. 2 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം പോവുകയാണ്. അപ്പോൾ അതിൻ്റെ കൊച്ചി ടു മിസോറാം വരെയുള്ള കുറച്ച് കാഴ്ചകളൊക്കെയാണ് ഞാനതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ പോകുന്ന വഴിക്ക് പുലർച്ചെയാണ് ഇവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഞാൻ ഇറങ്ങിയത്. 1 മണിക്കാണ് ഇറങ്ങിയത്, 5:30ക്കാണ് നമ്മുടെ ഫ്ലൈറ്റ്. അപ്പോൾ ഒരു ടാക്സി പിടിച്ചിട്ടാണ് പോയത്. ഞാനും ചേട്ടനായിരുന്നു. അപ്പോൾ പോകുന്ന വഴിക്ക് എനിക്ക് ഉറക്ക ക്ഷീണം ഉണ്ടായിരുന്നുകൊണ്ട് ഞാൻ ചേട്ടൻ്റെ മടിയിൽ തലവെച്ച് ഞാൻ കിടന്ന് കുറച്ച് ഉറങ്ങി. അപ്പോൾ എൻ്റെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തത് എയർപോർട്ട് വരെയുള്ള കുറച്ച് വീഡിയോസൊക്കെ എടുത്തത് ചേട്ടനായിരുന്നു. അപ്പോൾ ചേട്ടൻ എന്നെ വീഡിയോസ് എടുക്കാനൊക്കെ ഹെൽപ്പ് ചെയ്തു. അപ്പോൾ ഞാൻ ഇതിൻ്റെ ബാക്കി കാഴ്ചകളെല്ലാം നിങ്ങൾ കാണണം. തെറ്റുകളുണ്ട്, കുറ്റങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ എനിക്ക് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും എനിക്ക് അത്യാവശ്യമാണ്. എല്ലാവരും നിങ്ങളുടെ കമൻസ് എനിക്ക് ഷെയർ ചെയ്യേണ്ടതാണ്. ഇപ്പോൾ എയർപോർട്ടിൽ നമ്മുടെ കൂടെ ഞാനും ബീന ചേച്ചിയാണ് പോകുന്നത്. അപ്പോൾ ബീന ചേച്ചിയുടെ ഫാമിലിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഉള്ളിൽ കയറി. അപ്പോൾ നമ്മുടെ ചെക്കിങ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇതിന് തകൃതിയായിട്ട് ഇന്ന് നടക്കുകയാണ്. നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വെക്കേഷനൊക്കെ കഴിഞ്ഞതിൻ്റെതായി തോന്നുന്നുണ്ട്, നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ചെക്കിങ്ങും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കയറി. സത്യത്തിൽ ഫ്ലൈറ്റുകളുടെ ഒരു അവൈലബിലിറ്റി അനുസരിച്ച് ഞങ്ങൾ കണക്ഷൻ അതൊക്കെ നോക്കിയിട്ട് ഞങ്ങൾ സാധാരണ 1-ാം തീയതി പുറപ്പെട്ടാൽ 2-ാം തീയതി ഉച്ചയ്ക്ക് ശേഷമൊക്കെ എത്തുന്ന രീതിയിലായിരുന്നു. പക്ഷേ എന്നാൽ ഞങ്ങൾക്ക് അന്ന് 1-ാം തീയതി തന്നെ ഞങ്ങൾ തിരിച്ച് മിസോറാമിൽ എത്തുന്നുണ്ട്. അത് 4:30-ക്കും 4:30-5 മണിയുള്ളിൽ ഞങ്ങൾ റൂമിലേക്ക് ഞങ്ങൾ എത്തിയിട്ടുണ്ട്. അപ്പം അത് വളരെ ഞങ്ങൾക്ക് ഉപകാരമായിട്ട് തോന്നി. ശരിക്കേ നേരത്തെ എഴുന്നേൽക്കലും ആ യാത്രയും പിന്നെ ഭക്ഷണം എന്ന് പറയണത് ഭക്ഷണം ശരിക്ക് അങ്ങോട്ട് കാര്യമായിട്ട് ചെന്നിട്ടില്ലല്ലോ. അപ്പോൾ അതിൻ്റെയൊക്കെ ചെറിയൊരു ക്ഷീണം കാണാം. അപ്പോൾ നമ്മൾ ഇനി നമ്മുടെ ബാഗും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാനായിട്ടാണ് നിൽക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ഫ്ലൈറ്റിൽ കയറി. അപ്പോൾ നമ്മുടെ ഫുഡ് ഉണ്ടായിരുന്നു. അപ്പോൾ ഫുഡ് എത്തി. ചീസ് സാൻഡ്വിച്ച് എന്നാണ് അത്. കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. പക്ഷേ അതിൻ്റെ ഉള്ളിലെ ഫില്ലിങ് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. ഫ്രഷ് കോണൊക്കെ വെച്ചിട്ടൊരു സംഭവമാണ്, പക്ഷേ എനിക്ക് വലിയ കാര്യമായിട്ട് തോന്നില്ല. വൈറ്റ് ബ്രെഡും ബ്രൗൺ ബ്രെഡും ഒക്കെ ഉണ്ടായിരുന്നു. മൊത്തം വെള്ളിയാഴ്ചയാണല്ലോ ഒന്ന്. അപ്പോൾ അതുണ്ടായിരുന്നു. പക്ഷേ എനിക്കത് വലിയ താല്പര്യം തോന്നിയില്ല. പിന്നെ ഭാഗ്യത്തിന് കയ്യിൽ ഞാൻ വീട്ടിൽ നിന്ന് പഴം ബാഗിലിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പഴം കഴിച്ച് ഞാൻ സമാധാനിച്ചു. അപ്പോൾ അങ്ങനെ നമ്മൾ കൽക്കട്ട എയർപോർട്ടിൽ എത്തിച്ചേർന്നു. അപ്പോൾ അവിടെയും നമ്മുടെ സെക്യൂരിറ്റി ചെക്കിങ്ങിനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യാണ്. നമ്മുടെ കയ്യിലുള്ള സകലമാന സ്ഥാപക ജംഗമ വസ്തുക്കളും വാച്ച് വരെ നമ്മൾ അഴിച്ചു വെച്ച് കൊടുക്കണം ചെക്കിങ്ങിന് വേണ്ടിയിട്ട്. അങ്ങനെയൊക്കെ ചെക്കിങ്ങൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിത് തിരിച്ച് നടന്നു നമ്മുടെ ഗേറ്റ് നമ്പറിലേക്ക്. അപ്പോൾ മുകളിൽ പോകണമായിരുന്നു. അപ്പോൾ ലിഫ്റ്റിൽ കയറി നമ്മൾ തിരിച്ച് നമ്മുടെ ഗേറ്റ് നമ്പറിൻ്റെ അവിടെ നമ്മൾ എത്തിച്ചേർന്നിട്ട് നമ്മുടെ ഫ്ലൈറ്റിൻ്റെ വിളിക്കായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുക.
സത്യത്തിലേ ഈ എന്താ പറയുക, നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ നമ്മളിങ്ങനെ ആകാശത്ത് കൂടെ ഇങ്ങനെ വിമാനം പോകുമ്പോൾ അവൻ്റെ ശബ്ദമൊക്കെ ഇങ്ങനെ ദൂരെ നിന്ന് ഇങ്ങനെ കേൾക്കുമ്പോഴേക്കും നമ്മളിങ്ങനെ പിള്ളേരെ, നമ്മുടെ കൂടെയുള്ള ഫ്രണ്ട്സിൻ്റെ ഒക്കെ കൂട്ടുകാരൊക്കെ വിളിച്ചിട്ട് ആ വിമാനം പോകുന്നടാ, അതാ വിമാനം പോകുന്നടി എന്നൊക്കെ പറഞ്ഞ് അവരെ വിളിക്കലും കൈ കൊട്ടലും തുള്ളിച്ചാടലും ടാറ്റ കൊടുക്കലും, അയ്യോ അതൊക്കെ ഒരു പ്രത്യേകതയായിരുന്നു അല്ലേ. എനിക്ക് തോന്നുന്നു കുറച്ച് പേർക്കെങ്കിലും ഇതൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കാം അല്ലേ. അപ്പോൾ സത്യത്തിൽ ഞാനിതൊന്നും സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നതല്ല, ഇങ്ങനെ അടുത്ത് കാണാൻ പറ്റും എന്നുള്ളതോ വിമാനത്തിൽ സഞ്ചരിക്കാൻ സാധിക്കും എന്നുള്ളതോ അതൊന്നും പ്രതീക്ഷിച്ചിരുന്നതല്ല. പക്ഷേ നല്ല സന്തോഷമുണ്ട് എനിക്ക്. നല്ല അങ്ങനെ ഇതാ നമ്മൾ ലങ്പുയി എയർപോർട്ടിലെത്തി, ഐസോളെത്തി നമ്മൾ. ഇനി ഇവിടെ നിന്ന് നമുക്കൊരു 1 ഹവറിൻ്റെ യാത്രയുണ്ട് നമ്മൾ സ്റ്റേ ചെയ്യുന്നിടത്തേക്ക്. അപ്പോൾ എന്തായാലും നമ്മളവിടെ ഇന്ന് സ്റ്റേ ചെയ്ത് നാളെ ഞങ്ങൾക്കൊരു മീറ്റിംഗ് ഉണ്ട്. ആ മീറ്റിങ്ങിന് ശേഷം മൺഡേ ആയിരിക്കും ഞങ്ങൾ തിരിച്ച് ശരിക്കും ഞങ്ങളുടെ റെസ്പെക്റ്റീവ് ബ്ലോക്കിൽ ഞങ്ങൾ പോകുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ലങ്പുയി ഐസോൾ ലങ്പുയി എയർപോർട്ട്. അപ്പോൾ ഇതാ നമ്മുടെ ഐസോളിൽ നിന്ന്, നമ്മുടെ എയർപോർട്ടിൽ നിന്ന് നമ്മുടെ ലഗേജൊക്കെ നമ്മൾ കളക്ട് ചെയ്തു. അപ്പോൾ നമ്മുടെ ടാക്സിക്കാരൻ നമ്മളവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ടാക്സിയിൽ തിരിച്ച് നമ്മൾ പോവാണ്, നമ്മുടെ ലോഡ്ജിലോട്ട് പോവാണ്. അപ്പം ഇടയ്ക്ക് നമ്മൾക്ക് ചായ കുടിക്കാനൊക്കെ ഞങ്ങൾ ഇറങ്ങിയായിരുന്നു. അപ്പോൾ ചായയും സമൂസ കഴിച്ചു. അങ്ങനെ ചെറിയൊരു ആശ്വാസത്തോടു കൂടി ഞങ്ങൾ യാത്രയൊക്കെ അങ്ങനെ തുടരുകയാണ് കേട്ടോ.
അപ്പോൾ ഗൈസ് അങ്ങനെ നമ്മുടെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇത് ഞാൻ സത്യത്തിൽ രാവിലെ തൊട്ട് തുടങ്ങിയിട്ടുള്ള വീഡിയോസ് എടുക്കലാണ് കേട്ടോ. അപ്പം ഇതെല്ലാം എപ്പം എഡിറ്റ് ചെയ്ത് തീർന്ന് വോയിസ് ഓവർ കൊടുത്ത് അപ്ലോഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതിന് എനിക്ക് യാതൊരു വക വിശ്വാസമില്ല, ഐഡിയയും ഇല്ല. അപ്പോൾ എന്തായാലും ഇതിന് മുമ്പ് ഞാനൊരു വീഡിയോസ് ഞാനിതുപോലെ കൊച്ചി ടു മിസോറാം എടുത്തിട്ടുണ്ടായിരുന്നു, ട്രാവലിംഗ് വ്ലോഗ് ഫസ്റ്റ് ടൈം. പക്ഷേ എനിക്കത് അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല, കാരണം സ്റ്റോറേജ് ഫുള്ളായിട്ട് അതെല്ലാം ഡിലീറ്റ് ആയിപ്പോയി, എടുക്കാൻ പറ്റിയില്ല എനിക്ക്. അപ്പോൾ എന്തായാലും ഈ വീഡിയോസ് ഞാനിടും, ഈ ഒരു ട്രാവലിംഗ് വ്ലോഗ് ഇടും എന്നുള്ളതിൻ്റെ നിശ്ചയം എന്നിലുണ്ട്. അതുകൊണ്ട് ഞാനത് എങ്ങനെയായാലും ഞാൻ ചെയ്യും. അതുപോലെ തന്നെ ഞാൻ റൂമിലെത്തിയതിന് ശേഷം നല്ല ടയേർഡായിരുന്നു, എന്നിരുന്നാൽ പോലും ഞാൻ കുറേശ്ശെ അത് എഡിറ്റ് ചെയ്തു. വോയിസ് ഓവർ രാത്രി ആയതുകൊണ്ട് ഞാൻ വോയിസ് ഓവർ അന്ന് കൊടുത്തില്ല. ഞാൻ പിറ്റേ ദിവസം 2-ാം തീയതി രാവിലെ അവിടെ ഇരുന്ന് കഷ്ടപ്പെട്ട് ഞാനത്, നല്ല കാറ്റൊക്കെ ഉണ്ട് കേട്ടോ, എൻ്റെ ശബ്ദമൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അങ്ങനെ ഞാനിത് വോയിസ് ഓവറും കൊടുത്ത് ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മളുടെ അന്നത്തെ ദിവസം 1-ാം തീയതി നമ്മളൊരു ദിവസം കഴിയാൻ പോവുകയാണ്. നമ്മളിത് ഫുഡൊക്കെ കഴിച്ച് കിടന്നുറങ്ങാൻ പോവുകയാണ്. രണ്ടാളും നല്ല ടയേർഡാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് വീണ്ടും കാണാമെന്ന ശുഭാപ്തി വിശ്വാസത്തോടു കൂടി നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയുമായി ഞാൻ നമ്മുടെ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ, സീ യു, ബൈ.